ഹലോ. ഹലോ. എവിടെയാണ് സാറേ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാ. അവിടെ ഉണ്ടാ? പിന്നെ ഇവിടെ ഇല്ലാണ്ട് എന്താ കഥകൾ? പ്രത്യേകിച്ച് കഥകളൊന്നുമില്ല. രാവിലെ എണീക്കും, രാത്രി ഉറങ്ങും, ഇതൊക്കെ തന്നെ സ്ഥിരം പരിപാടി. എൻ്റെ കഥയല്ലേ വെച്ച്, നാട്ടിലെ കഥ എന്താന്ന് ചോദിച്ചു. നാട്ടിലെന്താ കഥ? അല്ല, മഴയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചതാ. അങ്ങനെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മഴയൊന്നുമില്ല. അല്ല, ഇയല്ലേ പറഞ്ഞേ നിങ്ങളെന്തെങ്കിലും തരുന്നെന്ന് മഴ പെയ്യുമെന്ന് ഇടിമുട്ടിയിട്ട്. പെയ്യല്ലോ. എന്നിട്ട് പെയ്തില്ലയോ? പെയ്തല്ലോ. രാത്രി നല്ല മഴയായിരുന്നു. അപ്പം ഞാൻ അയച്ചത് വല്ലതും കിട്ടിയിട്ടുണ്ടാവില്ലേ? കിട്ടി കിട്ടി. എന്താ കിട്ടിയത്? പെർഫ്യൂം അല്ലേ? പെർഫ്യൂം എനിക്ക് കിട്ടിയത്. ഞാനൊരു ഗോൾഡിൻ്റെ ഒരു സാധനമല്ല അയച്ചത്. ഗോൾഡ് ചെയിനായിരുന്നല്ലോ അയച്ചത്. എനിക്ക് പെർഫ്യൂം മാത്രം കിട്ടിയോളൂ. കഷ്ടായിപ്പോയല്ലോ പഠിച്ചവനെ. ഫോട്ടോ അപ്പോൾ ചെയിൻ അവിടെ പോയി? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചെയിന അയച്ചത്. അപ്പൊ ഈ പെർഫ്യൂം ആരയച്ചോ? അതെനക്കറിയില്ല. ഈ ഓൺലൈനിൽ വല്ലതും ചെയ്തിട്ടുണ്ടോ? അതെ, എന്നെ കളിയാക്കല്ലോ ഞങ്ങള്. ഭ്രാന്ത് പിടിപ്പിക്ക. അത് പറഞ്ഞപ്പോ എന്താ ഒരു പൂ. ഞാൻ വിചാരിച്ചു ചിലപ്പോ മേടിച്ചിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നില്ല. നിങ്ങൾ ചെയ്യൊക്കെ ചെയ്യും. ഞാൻ നിനക്ക് മേടിച്ചു തരും. അതൊക്കെ മേടിച്ചു തരും. കുട്ടികൾക്ക് അതൊന്നും മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേ? ഞാനാരാ കുട്ടി? ഞങ്ങളെ വളരാണ്ടല്ലോ. എല്ലാരും തമാശക്കല്ലേ? എന്താടോ? എനിക്കതെന്റെ പിടിക്കണില്ല. നിങ്ങളൊരു കളിയാക്കും. ഇടയ്ക്കൊക്കെ അത് നല്ലതാ. ഇടയ്ക്ക് നല്ലതാ. എപ്പോഴായാലേ അതിനെ കുറിച്ച് വിശദീകരിക്കണ്ട. ഓക്കെ ഓക്കെ. പെർഫ്യൂം കിട്ടിയ? അത് സൂപ്പറാ. ഉദ്ദേശിച്ച സാധന? അതറിഞ്ഞാ മതി. അല്ലെങ്കിൽ ഫുഡ് കഴിച്ച? അതെല്ലാതും കഴിച്ചിരിക്കുന്നേ. അല്ലടോ, ഈ മഴയൊക്കെ പെയ്തിട്ട്. മഴയൊക്കെ പെയ്തിട്ട് എന്താ? രാത്രി മാത്രം മഴ പെയ്യുന്നുള്ളൂ. അതെന്റെ സ്വഭാവം കണക്കിരിക്കും. എന്റെ സ്വഭാവം കണക്കെ ഇപ്പൊ. സ്വഭാവത്തിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, സൂപ്പർ സ്വഭാവ. ഞാനായോണ്ട് അങ്ങനെ പിടിച്ചു നിക്കണം. വേറെ ആരെച്ചാലേ അതെനിക്കറിയാം. അത് ഞാൻ അങ്ങനെ പറയാൻ വേണമെങ്കിൽ അത് ബാക്കി ഞാൻ പറഞ്ഞു തരണോ? പറഞ്ഞായോ? ഞാനായതുകൊണ്ട് ഇങ്ങനെ നിങ്ങളെത്ത് നിൽക്കണം. അല്ലെങ്കിൽ എന്നേ കളഞ്ഞിട്ട് പോയെന്നെ. ഇതല്ലേ പറയാൻ വന്നേ? ഇത് കുറെ കേട്ടിക്കുന്നേ, പഠിച്ചു പോയി. വേറെ ഡയലോഗ് കേൾക്കാം നമുക്ക്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പേപ്പറിലേ ഓരോന്നിങ്ങനെ നമ്മൾ എഴുതൂലേ, അത് കണക്ക് ഇത് കാണാപ്പാടായി. സ്കൂളിൽ കുറെ എഴുതി പഠിച്ചിട്ടുണ്ടല്ലേ? അല്ലാതെ എൻ്റെ കണക്ക് 5ാം ക്ലാസ് ഗുസ്തിയാണോ ഞാൻ? 5ാം ക്ലാസ് ഗുസ്തി ഒന്നല്ല, അത് വന്നിരിക്കുന്നു. ആയിക്കോട്ടെ. എന്നാലേ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാ. എന്താണാവോ? അതൊക്കെ ഉണ്ടാവും. പകുതി വെച്ച് നിർത്തിയിട്ട് ഭ്രാന്ത് പിടിപ്പിക്കും മനുഷ്യന്മാരെ. അത് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ എങ്ങനെ പറയണം? അത് പറയാൻ അതിൻ്റെ ഒരു സമയം. ആയിക്കോട്ടെ സാറേ. ഓരോന്നൊക്കെ കേൾക്കാൻ ഓരോ ടൈം ഉണ്ടാവും, ഓരോന്ന് പറയാൻ ഒരു ടൈം ഉണ്ടാവും. അപ്പൊ നിങ്ങളിത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഒരു സൂചന അറിയണ്ടേ? ആയിക്കോട്ടെ. എന്നാലല്ലേ കേൾക്കാൻ ഒരു ഇതുണ്ടാവല്ലോ. ഞാൻ കണ്ടുപിടിച്ചോളാം. ഹലോ മോളെ, എന്നെ കളിയാക്കായേ? എന്ത്? കൊറേ നേരമായി ആയിക്കോട്ടെ കോഴിക്കോട് വെച്ച് പിടിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് വീണ്ടും കോഴിക്കോടേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? നമുക്ക് വന്നിട്ട് ഒരുമിച്ച് പോവാട്ടാ. വേണ്ട, അവിടെ 2 പോയതല്ലേ, ക്ഷീണം തീർന്നിട്ടില്ല. ക്ഷീണം മാറുമ്പോ അടുത്ത് പോവാൻ മതി. അത് ഈ ഒറ്റക്ക് പോയാൽ മതി. എനിക്കത് താല്പര്യമില്ലേ? ആയിക്കോട്ടെ. അല്ല, എനിക്കത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കോഴിക്കോട് ഓർമ്മ വന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അല്ലാതൊന്നും കരുതല്ലേ? ഞാനൊന്നും കരുതില്ല. കരുതിയാലൊന്നുമില്ല, മനസ്സിൽ കുറേ നല്ല ഓർമ്മകളുണ്ടല്ലോ, അതുകൊണ്ട് കരുതിക്കോ. എല്ലാതും നന്നായിട്ട് കരുതി വെച്ചു. വീണ്ടും ഒരു വട്ടം പോകേണ്ടി വരും. ശരിക്കും?
ശരിക്കുന്നേ സെറ്റ്. ആ സെറ്റൊക്കെ ഉണ്ട്. പോവും. ഏതായാലും പെർഫ്യൂം കിട്ടിയില്ലേ? അത് സെറ്റാ. ആ ഇനി അടുത്തത് സെറ്റാക്കാൻ കിട്ടോ? അടുത്ത സെറ്റ് ആവണം. ഇനി 2 മാസത്തേക്ക് മുണ്ടരുത്. ഓക്കെ? എന്നതാ ചിരിക്കണ ഇങ്ങനെ? എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? 2 മാസത്തിന് എയിമുണ്ടാണ്ടിരിക്കാൻ എന്റെ വായരെന്തെങ്കിലും ഒട്ടിച്ചൊക്കെ വരും. അതൊന്നും വേണ്ട. പിന്നെ ഒരാഴ്ച അടുപ്പിച്ചാൽ കളിയാക്കിയാൽ മതി. പിന്നെ 2 ആഴ്ച എന്നല്ല 2 കൊല്ലത്തേക്ക് ഈ മിണ്ടില്ലേ? അങ്ങനൊന്നുമില്ല കേട്ടാ. ഇല്ലാന്ന് പറയല്ലേ? ആയിക്കോട്ടെ, കോഴിക്കോട് ആവണ്ടേ? നിങ്ങളൊക്കെ അങ്ങോട്ട് വായോ, നിങ്ങള് വന്നങ്ങള് കാണിച്ചു തരാം ഞാൻ. അത് പിന്നീട് വരുന്നതൊക്കെ. അപ്പൊ വരുന്നൊന്നുമില്ല അല്ലേ? അതൊക്കെ ഉണ്ടാവില്ലേ? അതില്ലാണ്ട് നമുക്ക് എന്താടാ? നമുക്ക് ആകെയുള്ള സന്തോഷമല്ലേ വരുന്നതും കാണുന്നതൊക്കെ. ഭയങ്കര സന്തോഷം. അത് പറയുമ്പോൾ മാത്രമേ എന്നാ പറ്റിയത്, മുഖം പെട്ടെന്ന് ബ്ലിങ്ക് ആയല്ലോ. വന്നിട്ട് എന്താ ചെയ്യാ, 1 മാസം നിൽക്കും. കൂടിപ്പോയ 2 മാസം. നിൽക്കാറുണ്ട്, ഇരിക്കാറുണ്ട്, കിടക്കാറൊക്കെ ഉണ്ട്. അതൊന്നും പറഞ്ഞില്ല. കളിയാക്കലാക്കൂ. മുണ്ടരുത്. മിണ്ടൂല. ആണ്, മുണ്ടാണ്ടിരുന്നാ മതി. ഇത് മുണ്ടമ്പയാണ് കൂടുതൽ എന്താക്കണേ. എന്താക്കണേ? എനിക്ക് ഓരോ ടാസ്ക് വന്നോണ്ടിരിക്കണം. മിണ്ടാണ്ടിരുന്നാ അത് പിടിക്കും, അത് വേറെ സത്യം. ഞാൻ മിണ്ടൂല. അങ്ങ് പറയില്ലേ. അത് കേൾക്കുമ്പേ എന്തോ ഒരു ഫീലിംഗ്. വന്നിട്ട് വേണമെങ്കിൽ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. എൻ്റെ പൊന്നാര മോളെ, ഈ പ്ലാനിങ് നിർത്തിക്കോ. അതെന്താ? പ്ലാനിങ് നിർത്തിയില്ലെങ്കിൽ വീണ്ടും കോഴിക്കോട് ഉണ്ടാക്കും. കോഴിക്കോട് എന്താ? എൻ്റെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവുമായിരിക്കും. എൻ്റെ ആരുമില്ല. എൻ്റെ ഫേവറേറ്റ് അല്ലേ? അതിനെന്താടോ, നല്ല സ്ഥലമല്ലേ? പിന്നെ കുറേ കറങ്ങിക്കൂടെ? പിന്നെ സൂപ്പറാ. പിന്നെ ഒരുപാട് ഊതി മാറിയതല്ലേ പോയിട്ട്? വല്ലാണ്ട് ഓർമ്മപ്പെടുത്തണ്ട കേട്ടാ. എന്താടോ ജ്യോതിയാവും അവിടെ പോവാൻ. ഇഷ്ടായി. ടിക്കറ്റ് എല്ലാം കിട്ടുന്നുണ്ടോ? ഒറ്റയ്ക്ക് പോകാൻ? ഒറ്റയ്ക്ക് പോകത്തില്ല. ഒറ്റയ്ക്ക് പോകണതാ ഏറ്റവും ബെറ്റർ. അത് ശരിയാവില്ല കോയി. അതെന്താണെന്നറിയോ? നമുക്ക് ഇഷ്ടം പോലെ കറങ്ങാനും നമുക്ക് ഇഷ്ടം പോലെ നടക്കാനൊക്കെ കൂടുതൽ സമയം കിട്ടും. ആരെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കിങ്ങനെ പോയി കറങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. ആരും വേണ്ട, കാക്കു മാത്രം മതി. എന്നാ പിന്നെ പിടിച്ചവിടെ നിന്നോ. കേട്ടാ? കേട്ടു. എന്തായാലും അടുത്തൊരു ഗിഫ്റ്റും കൂടി ഉണ്ട്. എന്താ? ഒരു യാത്രയായിരിക്കും, അത്ര മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ? അല്ലാണ്ട് അങ്ങോട്ട് പൊങ്ങണ്ട. താഴ്ന്നു തന്നെ നിന്നോ. ചിലപ്പോൾ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ പോകത്തില്ല. അതാ പറഞ്ഞു, ഒരു യാത്ര ഉണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. സെറ്റ് എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ. ഇപ്പോൾ പ്ലാൻ മാറിയില്ലേ? ഒക്കെ മാറി. ചുമ്മാ പറഞ്ഞതാ. ഒരു യാത്രയുണ്ട്, കുറച്ച് ലോങ് യാത്ര. ഞാൻ പറഞ്ഞിരട്ടെ? എവിടെയൊക്കെ? ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നല്ലേ? അതൊന്നും എനിക്കറിയില്ല. അതായിരിക്കും ചിലപ്പോ. അത് അന്നേരം അറിഞ്ഞാൽ പോരെ. ഇപ്പൊ അറിഞ്ഞാൽ അതിന്റെ ഒരു ഇത് പോകില്ലേ? പോകത്തില്ല. പോകുമ്പോ അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് കൂടും. നമുക്ക് നോക്കാം. കേട്ടാ? കേട്ടു. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കോഴിക്കോട് കൊണ്ടുപോയി.